ബോംബെയിൽ നിന്നും അർജൻറ്റീനയിലേക്ക്, അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റ നഗരമായ ഉസുവായിലേക്ക്. അതൊരു യാത്രയുടെ തുടക്കമായിരുന്നു. ലക്ഷ്യം മഞ്ഞിൽ പൊതിഞ്ഞ 7ാം ഭൂഖണ്ഡം. നമസ്കാരം, ഞാൻ പ്രേമാനന്ദൻ. എൻ്റെ അന്റാർട്ടിക്കൻ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഷ്യൻ വിക്ടറി ആൽബട്രോസിലായിരുന്നു എൻ്റെ യാത്രയും താമസവും. ആ മുറിയുടെ ബാൽക്കണി തുറന്നാൽ മുന്നിൽ അലയടിക്കുന്ന നീലക്കടൽ ഒരു വിവരിക്കാനാവാത്ത അനുഭവമായിരുന്നു. ഈ യാത്രയുടെ കാഴ്ചകൾ അതിമനോഹരമായതുകൊണ്ട് തന്നെ ഞാനിത് ലാൻഡ്സ്കേപ്പിലും കൂടുതൽ ദൈർഘ്യത്തിലുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ 2 ദിവസത്തെ കപ്പൽ യാത്ര അതികഠിനമായിരുന്നു. ട്രക്ക് പാസേജ് എന്ന ലോകത്തിലെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കടലിലൂടെയാണ് ഈ യാത്ര. 2 ദിവസം 17 മീറ്റർ വരെ ഇവിടുത്തെ തിരമാലകൾ ഉയരാം. എന്നാൽ ഈ കടൽ ചൊരുക്കും ക്ഷീണവും ഒഴിവാക്കുന്നതിന് വേണ്ടി കപ്പലിൽ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായി ടാബ്ലറ്റ് തന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഈ കപ്പലിൽ ഉണ്ടായില്ല. 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ണു തുറന്നത് തികച്ചും അപ്രതീക്ഷിതമായ കാഴ്ചകളിലേക്കാണ്. അതുവരെ സ്വപ്നം കണ്ടതിലും മനോഹരമായ ഒരു ലോകം. മഞ്ഞുപാളികൾക്കിടയിൽ വിശ്രമിക്കുന്ന സീലുകൾ, കൂട്ടമായി നീങ്ങുന്ന പെൻഗ്വിനുകൾ, ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന നീല തിമിംഗലങ്ങൾ, നീലയും പച്ചയും നിറങ്ങളിൽ തിളങ്ങുന്ന കൂറ്റൻ മഞ്ഞുമലകൾ. ലോകത്തിലെ കുടിവെള്ളത്തിൻ്റെ 60% ഈ ഗ്ലേഷ്യർക്കുള്ളിലാണെന്ന തിരിച്ചറിവ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അമേരിക്ക ഉൾപ്പെടെ 84 രാജ്യങ്ങളുടെ റിസർച്ച് സെൻ്ററുകളുള്ള ഒരിടം. മനുഷ്യൻ ഇവിടെ വെറുമൊരു അതിഥി മാത്രം. നമ്മുടെ ലോകത്തിലെ മറ്റൊരു ലോകമെന്ന് തോന്നിപ്പിക്കുന്ന നിഗൂഢവും മനോഹരവുമായ ഒരു അത്ഭുത ലോകം അന്റാർട്ടിക്ക. ഈ പൂർണ്ണമായ യാത്രാവിവരണം KNB യാത്ര എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ലിങ്ക് കയറി നിങ്ങൾ ഈ യൂട്യൂബ് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഈ വലിയ വീഡിയോ KN പ്രേമാനന്ദൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലും KNB ട്രാവൽ ഗ്രാം എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും ചെറിയ ചെറിയ വീഡിയോകളായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. എന്നെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.